ഹായ്, ഇന്നത്തെ വീഡിയോ പൊങ്കാല വിശേഷങ്ങളാണ്. ഞങ്ങളിവിടെ വീട് താമസം മാറിയിട്ട് ഇത് രണ്ടാമത്തെ പൊങ്കാലയാട്ടോ ഞാൻ ഇടുന്നത്. തലേന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടുത്തെ ആഘോഷങ്ങളൊക്കെ. രണ്ട് സൈഡിലുമായിട്ട് കുരുത്തോലയൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നേരത്തെ തന്നെ എല്ലാവരും റെഡിയായി പൊങ്കാലയ്ക്കുള്ള അടുപ്പൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ 9:45 പൊങ്കാല അടുപ്പിൽ തീ പടരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഗണപതിക്കുള്ള അവിലും മലരും പഴവും ഒക്കെയാണ് സൈഡിൽ വെക്കുന്നത്. ഇതാണ് പൊങ്കാലയ്ക്ക് അവിടെ വെച്ച ഫോട്ടോ ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചത്. അപ്പം അത് രുചി വന്ന് നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു, 10-11 പേരുണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്തുള്ള വിജയശേട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ അമ്മയും എല്ലാവരും ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പൊങ്കാലയിടാൻ. നമുക്ക് അവിടെ പോയിട്ട് പൊങ്കാലയിടാൻ നടക്കൂല, അതുകൊണ്ട് ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും കൂടി. അപ്പോൾ ബാലേട്ടൻ എന്തേ ആ കലത്തിൻ്റെ മുകളിലൊക്കെ ചന്ദനം തേക്കുകയാണ് കേട്ടോ. ഞങ്ങളിതിൽ തേച്ചു, ബാക്കിയെല്ലാം അവരിതിലൊക്കെ ആദ്യം തേച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ലേറ്റ് ആയിട്ടായിരുന്നു വന്നത്. പിന്നെ അടുത്തത് തീർത്ഥം തെളിക്കുകയാണ് എല്ലായിടത്തും. ഇപ്പോൾ വെള്ളം ഒക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനും മഞ്ചേച്ചിയും പ്രവിതേച്ചിയാണ് ഇവിടുന്ന് ഇടുന്നത്. പിന്നെ അവർ എല്ലാവരും ഉണ്ട്, 6 പേര്. അപ്പോൾ മക്കൾ ഇവിടെ വെച്ച കളഭമൊക്കെ തൊട്ട് കളിക്കുകയാണ്. എല്ലാത്തിലും പോയി കൈയൊക്കെ കൂത്തി റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ പഴവും ഫ്രൂട്ട്സും അവിലും മലരും ഒക്കെ വെച്ചിട്ടാണ് വെച്ചത് അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാവരും റെഡിയായി സമയം നോക്കി നിൽക്കുകയാണ്. കറക്റ്റ് സമയമാകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. രാവിലെ ആയതുകൊണ്ട് വലിയ വെയിലുണ്ടായിരുന്നില്ല കേട്ടോ. വീടിൻ്റെ ആ ഒരു തണലുള്ളതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. 2 ദിവസം മുമ്പേ നല്ല മഴയായിരുന്നു തിരുവനന്തപുരത്ത്. ഈ ദിവസം മഴയാവുന്ന പ്രതീക്ഷിച്ചട്ടോ. പിന്നെ മഴയൊന്നും ഉണ്ടാകാഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ട് പൊങ്കാലിടാമെന്ന് വിചാരിച്ചു. ആറ്റുകാലിൽ പോയിട്ട് അവിടെ പോയി പൊങ്കാലിടുന്നത് നടക്കില്ല, നല്ല ഒടുക്കത്തെ തിരക്കാണ്. അങ്ങനെ ഞങ്ങളിവിടെ റെഡിയായി നിൽക്കുമ്പം ഫുഡിനായിട്ട് നമ്മൾ അടുക്കളയിൽ സജീവ പ്രവർത്തനം നടക്കുന്നത്. എല്ലാവരും കൂടെ പച്ചക്കറികളും എല്ലാം അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് പോയി വീഡിയോ എടുത്തിട്ട് വന്നതാട്ടോ. പിന്നെ അവിടെ എല്ലാവരും പോയി അവിടെ ഒന്ന് തൊഴുതിട്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ പൊങ്കാലയ്ക്കുള്ള അടുപ്പിന് തീ കത്തിച്ചു കേട്ടോ. ഇതിപ്പോൾ എടുക്കാൻ പറ്റിയില്ല, ഞാനായിരുന്നു ഫസ്റ്റ് നിൽക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കത്തിക്കുന്നത് എടുക്കാൻ പറ്റില്ല. പിന്നെ ബാലേട്ട അവിടെ അങ്ങ് പോയി അവിടെ വരെയൊക്കെ കത്തിച്ചു. പിന്നെ എല്ലാവരും ഇങ്ങനെയാണ് ഉള്ളത്. എല്ലാവരും ഒക്കെ റെഡിയായി അടുപ്പൊക്കെ കത്തിച്ച് ഇനി അതിൽ തിളയ്ക്കുന്നവരെ നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ ഇത് എല്ലാവരും കൂടി ഇടുമ്പോൾ ഒരു രസമാണല്ലോ, നമ്മളെല്ലാവരും കൂടെ ഇടുമ്പോൾ. ഇങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ട് എല്ലാവർക്കും, മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ചക്കര ചോറ്. ഞാൻ ശർക്കര ചോറാണ്, ചക്കര ചോറ് എന്ന് പറയുന്നത്. ഞങ്ങളിവിടെ ശർക്കര ചോറാണ് ഉണ്ടാക്കുന്നത്. പല ടൈപ്പ് സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട് ഇവിടെ. ഞാൻ ഇതുവരെ പറഞ്ഞാൽ ആകെ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ കേട്ടോ, അതേ ഉണ്ടാക്കിയിട്ടുള്ളൂ ശർക്കര ചോറ്. പിന്നെ മണ്ടപ്പുറ്റ്, തെരളി, അങ്ങനെ പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പം ഞങ്ങളതേ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിച്ചൊക്കെ അവിടെ മഞ്ചേച്ചിക്ക് 3 അടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും പ്രവിതേച്ചിയും ഞാനും കൂടെ സഹായിക്കുന്നുണ്ടായിരുന്നു. മഞ്ചേച്ചിക്ക് 3 കാലത്തേക്ക് ഓടി നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതൊക്കെ സഹായിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പൊങ്കാലയ്ക്കുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഈ ഒരു കലത്തിലുള്ളത് തിളച്ച് മറഞ്ഞു. അപ്പം തിളച്ച് അരിയൊക്കെ ഇട്ട്, എടുക്കാൻ പറ്റിയില്ല. അരി ഇട്ട് കഴിഞ്ഞാൽ തിളച്ച് മറിഞ്ഞു. അത് മഞ്ചേച്ചിൻ്റെ ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്, പ്രതീക്ഷിൻ്റെ അവിടെ തിളയ്ക്കാറായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരതും അടുപ്പ് തിളച്ച് മറിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആരുഷി ചോദിക്കുന്നുണ്ട് ഇത് എപ്പോഴാണ് കഴിക്കാൻ പറ്റുക. ഇപ്പോൾ രാവിലെ 9:45 ഈ ഒരു പൊങ്കാലൻ്റെ അടുപ്പ് കത്തിക്കുന്നത്. അത് കഴിഞ്ഞ് നിവേദ്യം വരുന്നത് 2:15 ആകുമ്പോഴാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ ഇടയ്ക്ക് വന്നിട്ടൊന്ന് ഇളക്കിയൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ചെയ്യാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അടുത്ത ശർക്കര ഇടുകയാണ്. ശർക്കര, നെയ്യ്, തേങ്ങ, ഏലക്കായ, കാഷ്യൂനട്ട്, മുന്തിരി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചക്കര ചോറാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ പൊങ്കാല ഉള്ള ഇതെല്ലാം പാകമായിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പം ബാക്കിയുള്ള ഈ ഗണപതിക്ക് വെച്ച അവിലും മലരും ഒക്കെ ഇല്ലേ, അതെല്ലാം എടുക്കുകയാണ്. എന്നിട്ട് മൊത്തത്തിൽ കുഴച്ചിട്ട് എല്ലാവർക്കും പ്രസാദം പോലെ കൊടുക്കാമെന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതാണ് കഴിഞ്ഞ ഇത്. അപ്പോഴേക്കും ഞാൻ അടുക്കളയിലൊക്കെ പോയി നോക്കി എന്തായി അവിടുത്തെ പരിപാടികളെന്ന്. ഇന്ന് ഞങ്ങൾക്ക് ഫുഡ് കഞ്ഞിയും കുഴയാണ്. അപ്പോൾ അതിനുള്ള പച്ചക്കറികളും തേങ്ങ അരയ്ക്കലും അങ്ങനത്തെ പണികളാണ്. ഞങ്ങൾ ഈ അവിലും മലരും ഒക്കെ ഇല്ലേ, അതൊക്കെ മുറിച്ച് പ്രസാദം പോലെ ആക്കാൻ വേണ്ടിയിട്ട് ബാലേട്ട റെഡിയാക്കുന്നുണ്ട്. ഞാനും സഹായിച്ചു കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ കുഴയ്ക്കുള്ള സംഭവം അവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അതിലേക്ക് വേണ്ട ഓരോ ഐറ്റംസൊക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് മൊത്തത്തിലോണ്ട് മിക്സ് ചെയ്തിട്ട് ഇതിലെല്ലാ പച്ചക്കറികളും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്. അങ്ങനെ തേങ്ങയും കൂടെ ചേർക്കുകയാണ്. തേങ്ങ
ചേർത്തു. ഇനി ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് തിളച്ച് മറയണം. കറിവേപ്പിലയും പാകത്തിന് ഉപ്പൊക്കെ നോക്കി എല്ലാം റെഡിയാക്കി ഇട്ടിട്ട് ഇനി ഇത് കഞ്ഞിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. സദ്യ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതല്ല ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നത്. കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കഴിക്കാൻ, അപ്പം ഞങ്ങൾ പൊങ്കാലിട്ടവരാണ് കേട്ടോ ആദ്യം കഴിക്കുന്നത്. അതിൻ്റെ കൂടെ കടല റോസ്റ്റും ഉണ്ടായിരുന്നു. പൊങ്കാലിട്ടവർ ആദ്യം ഇരുന്ന് കഴിക്കുകയാണ്. കഞ്ഞിയാണ് ഒടുക്കത്തെ ചൂടായിരുന്നു. പിന്നെ ഫാൻ്റെ ചൂട്ടിലൊക്കെ ഇരുന്ന് വേഗം കഴിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ ചൂട് കാരണം കഴിക്കാനും പറ്റുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചാറും ഉണ്ടായിരുന്നു, മാങ്ങേൻ്റെ അച്ചാറും. അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കഴിക്കുകയായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെയല്ലേ ഈ പൊങ്കാല പോകുന്നത്. പിന്നെ അതുകൊണ്ട് വിശക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഉപ്പുമാവൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള മക്കളും കഴിക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് അങ്ങനെ പൊങ്കാലയുടെ ഇത് നിവേദിക്കാനുള്ള സമയമൊക്കെ ഏകദേശം ആയിട്ടോ. അപ്പോഴേക്കും അവിടെയൊക്കെ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു ഉച്ചയായപ്പോഴത്തേക്കും. ഉച്ചയൊക്കെ സമയമാണെന്ന് വെച്ചാൽ അത് പൊങ്കാല ഇടുന്നതെന്ന് പറഞ്ഞാൽ വെയിൽ കൊണ്ട് പണിയാവും. ഞങ്ങൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് തീർത്ഥം തളിക്കാൻ വേണ്ടി ബാലേട്ട കർപ്പൂരമൊക്കെ കത്തിച്ച് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. തീർത്ഥം തളിക്കുകയാണ് ഓരോ അടുപ്പിലും. ഇനി ഇത് അവിടെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ ഒരു ഇല വെച്ചിട്ട് അതിലേക്ക് നേദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും എല്ലാവരും പായസവും എടുത്തുകൊണ്ട് പോവുകയാണ് അവിടെ കൊണ്ടുപോയിട്ട് നേദിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മളതെല്ലാം ഇങ്ങോട്ട് മാറ്റി എടുത്ത് വെച്ചു. അപ്പം അങ്ങനെയായിരുന്നു ഞങ്ങളെ ഈ ഒരു പൊങ്കാല സെലിബ്രേഷൻ കേട്ടോ. ഓക്കെ, ബൈ.